Hi, again, I'm here with two different words finish and complete. പലർക്കും സംശയമുള്ള ഒരു വാക്കാണ് വേർ ടു യൂസ് ഫിനിഷ് വേർ ടു യൂസ് കംപ്ലീറ്റ്. അതിനൊരു കംപ്ലീറ്റ് എക്സാമ്പിൾ വിത്ത് എക്സ്പ്ലനേഷൻ ആയിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. രണ്ടിൻ്റെയും അർത്ഥം പൂർത്തിയാക്കുക, തീർക്കുക, അവസാനിപ്പിക്കുക എന്നൊക്കെയാണ്. ബട്ട് നമ്മളത് ഉപയോഗിക്കേണ്ട സിറ്റുവേഷൻസ് ആർ ഡിഫറെൻറ്റ്. ഓക്കെ, ഫിനിഷ് എന്ന് പറയുന്നത് വെൻ യു ഹാവ് ഫിനിഷ് ദ ഫ്രെയിം വർക്ക്, അതിൻ്റെ മെയിൻ ആയിട്ടുള്ള സാധനങ്ങൾ നിങ്ങൾ ചെയ്ത് തീർത്തു, അവിടെയാണ് നിങ്ങൾ ഫിനിഷ് എന്നുള്ള വേർഡ് ഉപയോഗിക്കുക. കംപ്ലീറ്റ് ഉപയോഗിക്കുന്ന ദർ ആർ നോ മോർ അഡീഷൻസ് നീഡഡ് ഫോർ ദാറ്റ്. നിങ്ങളിപ്പോൾ ഒരു വീട് പണിയാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ യു ഹാവ് മെയ്ഡ് അപ്പ് എ സ്ട്രക്ചർ ആൻഡ് യു ഹാവ് മെയ്ഡ് നെസസറി വർക്ക്സ്. അതിനെയാണ് ഫിനിഷ്. ഐ ഹാവ് ഫിനിഷ്ഡ് ബിൽഡിംഗ് മൈ ഹോം എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. പിന്നെ നിങ്ങൾ അതിൻ്റെ ഇന്റീരിയർ ചെയ്യുന്നു, പെയിന്റിങ് ചെയ്യുന്നു, കർട്ടൻസ് ആഡ് ചെയ്യുന്നു, ഡെക്കറേഷൻസ് ചെയ്യുന്നു, ആൻഡ് ഓൾ ആഫ്റ്റർ ദാറ്റ് നിങ്ങൾ ഇനി ഇതിനകത്ത് ഒന്നും ചെയ്യാനില്ല, അതിനു വേണ്ടി ഞാൻ അതിൻ്റെ അകത്ത് ചെയ്തു. സോ അപ്പോഴാണ് നിങ്ങൾ കംപ്ലീറ്റ് എന്നുള്ള വേർഡ് ഉപയോഗിക്കേണ്ടത്. I am going to give you one more example. If you have finished your project, അത് ഉദ്ദേശിക്കുന്നത് ഐ ഹാവ് ഫിനിഷ്ഡ് മൈ പ്രോജക്ട് എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു തീർത്തു. ഇനി അഡീഷൻസ് ആണ് വേണ്ടത്, ഭംഗി കൂട്ടുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് വേണ്ടത്. ഓക്കെ, സോ ഞാൻ പ്രൊജക്ട് എഴുതി, സെമിനാർ എഴുതി, ഞാനത് എഴുതി കഴിഞ്ഞു. ഇനി ഐ നീഡ് ടു ഡിസൈൻ ദ കവർ പേജസ് ആൻഡ് ദ ബോർഡേഴ്സ് ലൈക്ക് ദാറ്റ്. സോ നമ്മൾ വൃത്തി കൂട്ടാനായിട്ട് നമ്മൾ അല്ലെങ്കിൽ ഭംഗി കൂട്ടാനായിട്ട് പ്രസന്റേഷൻ, അതിനുള്ള ഒരു അപ്പിയറൻസ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അതും ചെയ്ത് കഴിഞ്ഞു എന്ന് വരുമ്പോഴാണ് കംപ്ലീറ്റ് എന്നുള്ള വേർഡ് ഉപയോഗിക്കുക. യു ഹാവ് മെയ്ഡ് എ ഫ്രെയിം വർക്ക്, നിങ്ങൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു എങ്കിൽ യു നീഡ് ടു യൂസ് ഫിനിഷ്. ഓക്കെ, ഇപ്പോൾ അർത്ഥം മനസ്സിലായോ? ഫിനിഷ് ആൻഡ് കംപ്ലീറ്റ് എവിടെ ഉപയോഗിക്കണം എന്നുള്ളത്. നിങ്ങളൊരു കേക്ക് ഉണ്ടാക്കി എന്ന് വിചാരിക്കുക. അനദർ എക്സാമ്പിൾ, യു ഹാവ് മെയ്ഡ് എ കേക്ക്. സോ നിങ്ങൾ അത് ബേക്ക് ചെയ്ത് കഴിയുമ്പോൾ യു ഹാവ് ഫിനിഷ്ഡ്. ഇനിയുള്ളത് ഡെക്കറേഷൻസ് ആണ്. സോ ഡെക്കറേഷനും കൂടെ ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ കുറച്ച് ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ടാക്കി വെച്ചു, കുറച്ച് പേൾസ് ഒക്കെ ഇട്ടു, ലൈക്ക് കളറൊക്കെ ചെയ്തു. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ അതെല്ലാം ചെയ്തു. ഇനി അതിനകത്ത് ഒന്നും ചെയ്യാനില്ല, ചെയ്യാൻ പറ്റുന്ന എല്ലാം ചെയ്തു വെച്ച്. അറ്റ് ദാറ്റ് മൊമെന്റ് യു കോൾ ഇറ്റ് ഐ ഹാവ് കംപ്ലീറ്റഡ് ഡൂയിങ് ദാറ്റ്, ഐ ഹാവ് കംപ്ലീറ്റഡ് ബേക്കിംഗ് എ കേക്ക് എന്ന് നമുക്ക് പറയാം. ഓക്കെ.